നേരം ഇരുണ്ടു തുടങ്ങി. പടുകൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ ആ 3 പേരും നടന്നു നീങ്ങി. മൂടൽമഞ്ഞിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഏറ്റവും മുമ്പിൽ നടന്നയാളുടെ കയ്യിലെ പന്തം എരിഞ്ഞുകൊണ്ടേയിരുന്നു. പൊടുന്നനെ എന്തോ ശബ്ദം കേട്ടിട്ടെന്ന് അയാൾ നടത്തം നിർത്തി. പതിയെ തിരിഞ്ഞ് പിറകിൽ നടന്നു വരുന്ന 2 പേരോടായി പറഞ്ഞു, നമ്മെ ആരോ പിന്തുടരുന്നത് പോലെ. എനിക്ക് ഒരു മുരൾച്ച കേൾക്കാം. ഏറ്റവും പിറകിൽ നടന്നയാൾ ഭയന്നു പോയിരുന്നു. അയാൾ പതിയെ തിരിഞ്ഞു നോക്കി. പിന്നിൽ ആരും ഉണ്ടായിരുന്നില്ല. ചുറ്റും മൂടൽമഞ്ഞ് മാത്രം. എരിയുന്ന പന്തത്തിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ആ കാട്ടിലെ കാഴ്ച പരിമിതമായിരുന്നു. അവർ വീണ്ടും നടന്നു തുടങ്ങി. എങ്കിലും സംശയം മുഴുവനും മാറാതെ ഏറ്റവും പിറകിലുള്ളയാൾ വീണ്ടും തിരിഞ്ഞു നോക്കി. അയാൾ കണ്ട കാഴ്ച മരങ്ങൾക്കിടയിൽ രോമാവൃതമായ ഒരു രൂപം അതിൻ്റെ ജ്വലിക്കുന്ന കണ്ണുകളോടെ അവരെ നോക്കി നിൽക്കുന്നതായിരുന്നു. അയാൾ ഭയന്ന് നിലവിളിച്ചു. അവർ രക്ഷപ്പെടാൻ ഒരുങ്ങി. തൊട്ടുമുമ്പിൽ കണ്ട ഒരു പഴയ വീട്ടിലേക്ക് ഓടിക്കയറാൻ അവർ തീരുമാനിച്ചു. ആ പരിഭ്രമത്തിനിടയിൽ ഏറ്റവും പിറകിൽ ഓടി വന്നയാൾ ഒരു കൂർത്ത കല്ലിൽ ചവിട്ടി തെന്നി വീഴുകയായിരുന്നു. അവിടെ മുഴുവൻ രക്തം പടർന്നിരുന്നു. ആ വീഴ്ചയിൽ അയാൾ കണ്ട കാഴ്ച അയാൾക്ക് നേരെ മുരണ്ടോടി വരുന്ന കൂർത്ത നഖങ്ങളും പല്ലുകളുമുള്ള ആ ഭീകര സത്വത്തെയായിരുന്നു. ഞൊടിയിടയിൽ തന്നെ മറ്റുള്ളവർ അയാളെ വീട്ടിലേക്ക് വലിച്ചു കയറ്റി വാതിലടച്ചു. ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് വാതിലിൻ്റെ വിടവിലൂടെ അവർ കണ്ട കാഴ്ച അവിടെ പടർന്ന ആ രക്തം തൻ്റെ ഇരുണ്ടു കുഴത്ത നാവുകൊണ്ട് നക്കിത്തുടയ്ക്കുന്ന ഒരു കൂറ്റൻ ചെന്നായയായിരുന്നു. കയറിപ്പോരൻ ചെങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. വേർവൂൾഫ്, ചെന്നായ മനുഷ്യൻ. കഥകളിലൂടെ മാത്രം കേട്ടുപരിചയമുള്ള ഒരു മിത്തിക്കൽ ക്രീച്ചർ എന്നതിലുപരി ഒരുപാട് പേരുടെ ഭയവും പേടി സ്വപ്നവുമാണ് വേർവൂൾഫ്. പലരും വിശ്വസിക്കുന്നത് ആരെയും കടിച്ചു കീറാൻ സാധിക്കുന്ന, പെട്ടെന്ന് വേഷം മാറാൻ സാധിക്കുന്ന, രൂപം മാറാൻ സാധിക്കുന്ന ഒരു ഭീകര ജീവിയാണ് വേർവൂൾഫ് എന്നാണ്. എങ്കിലും മറ്റു ചിലർ വിശ്വസിക്കുന്നത് വേർവൂൾഫ് എന്നാൽ മനുഷ്യൻ്റെയും ചെന്നായുടെയും ഒരു മ്യൂറ്റൻ കോമ്പിനേഷനാണ് എന്നതാണ്. എങ്കിലും നാടോടി കഥകളിലൂടെ നാം മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ രക്തത്തെ അതിയായി മോഹിക്കുന്ന ഒരു ഭീകര സത്വമാണ് വേർവൂൾഫ് എന്നതാണ്. വേർവൂൾഫ് ഒരു പ്രത്യേക നാടിൻ്റെ സങ്കല്പമല്ല. പല നാടുകളിലും ചെന്നായ മനുഷ്യൻ എന്ന സങ്കല്പമുണ്ട്. ഏഷ്യയിലും യൂറോപ്പിലും അമേരിക്കയിലും അവിടെയുള്ള എല്ലാ നാടോടി കഥകളിലും ചെന്നായ മനുഷ്യൻ എന്ന സങ്കല്പമുണ്ട്. മനുഷ്യനെ ആക്രമിച്ച് രക്തവും മാംസവും ഭക്ഷിക്കുന്ന, മനുഷ്യനെ പോലെ 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാനാകുന്ന കൂർത്ത നഖങ്ങളും മനുഷ്യനെ പോലുള്ള കൈവിരലുകളും ശക്തമായ പേശികളുമുള്ള ഭീമാകാരനായ ചെന്നായയാണ് വേർവൂൾഫ്. അതിൻ്റെ കടിയേറ്റ മനുഷ്യർ അടുത്ത പൗർണമിക്ക് മുമ്പ് മറ്റൊരു വേർവൂൾഫാകും എന്നതാണ് നാടോടി കഥകളിൽ പറയുന്നത്. വേർവൂൾഫ് എന്ന സങ്കല്പത്തെ ആസ്പദമാക്കി പല സാഹിത്യങ്ങളും സിനിമകളും നിലവിൽ വന്നിട്ടുണ്ട്. അവയിൽ പലതും വിജയകരം തന്നെയായിരുന്നു. അതിൻ്റെ കാരണവും മനുഷ്യന് ആ സങ്കല്പത്തോടുള്ള ഭയം തന്നെയായിരിക്കും. എങ്കിലും എവിടെ നിന്നാണ് ഈ ഒരു സങ്കല്പം വന്നത്? അതോ ഭൂമിയിൽ ഒരു ചെന്നായ മനുഷ്യൻ ഉണ്ടായിരുന്നു? ഈജിപ്ഷ്യൻ മിത്തോളജിയിൽ ചെന്നായുടെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള ദൈവങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അനുബിസ്, അനുപെറ്റ്, വെപ്വറ്റ് അങ്ങനെ പല ഈജിപ്ഷ്യൻ ദൈവങ്ങൾക്കും ഒരു വേർവോൾഫിൻ്റെ രൂപത്തോടുള്ള സാമ്യരൂപം തന്നെയാണ്. എങ്കിലും മനുഷ്യൻ ആദ്യമായി വേർവോൾഫിനെ പരാമർശിക്കുന്നത് എവിടെയായിരിക്കും? ഏറ്റവും കൂടുതൽ പേർ വാദിക്കുന്നത് അത് ഗ്രീക്ക് മിത്തോളജിയിലാണ് എന്നതാണ്. ഗ്രീക്ക് മിത്തോളജിയിൽ ദ കിങ് ലൈക്കൺ എന്ന് പറയുന്നൊരു കഥയുണ്ട്. ആ കഥയെക്കുറിച്ചാണ് പലരും പരാമർശിക്കുന്നത്. ദ കിങ് ലൈക്കൺ, ദ ഫസ്റ്റ് വേർവോൾഫ്. പണ്ട്
ആർക്കേഡിയ എന്ന് പറയുന്നൊരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തെ ഭരിച്ചിരുന്നത് കിങ് ലൈക്കൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ കേൾക്കാൻ ആയിരക്കണക്കിന് സേവകരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊട്ടാരം രത്നവും സ്വർണം കൊണ്ട് അലങ്കൃതമായിരുന്നു. എങ്കിലും അദ്ദേഹത്തിനൊരു കുറവുണ്ടായിരുന്നു. അദ്ദേഹത്തെ സ്നേഹിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് സ്നേഹിക്കാനും ആരുമുണ്ടായിരുന്നില്ല. ഒരിക്കൽ നായാട്ടിനു വേണ്ടി അദ്ദേഹം കാട്ടിലേക്ക് പോയി. കാടിനെവിടെയോ വെച്ച് അദ്ദേഹത്തിന് വെള്ളം ദാഹിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു അരുവി അന്വേഷിച്ച് പോവുകയായിരുന്നു. പതിയെ ഒരു പാട്ട് അദ്ദേഹം കേട്ടു. മെല്ലെ മെല്ലെ അതിൻ്റെ ശബ്ദം കൂടിക്കൂടി വരുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ആ പാട്ടിനെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. അത് ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി അരുവിയുടെ തീരത്തിരുന്ന് പാട്ടുപാടുകയായിരുന്നു. പെട്ടെന്ന് കുതിരക്കുളമ്പടി കേട്ട് ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കി. രാജാവ് അവളുടെ സൗന്ദര്യത്തിൽ അലിഞ്ഞില്ലാതാവുകയായിരുന്നു. നിങ്ങൾ മനോഹരമായി പാടുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ പേര്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ സംഗീതത്തിൽ ഒരു വിഷാദം ഒളിഞ്ഞിരിക്കുന്നത്? രാജാവ് ആ സുന്ദരിയോട് ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞു, എൻ്റെ പേര് ഫോർച്യൂണ എന്നാണ്. ഞാനൊരു വലിയ വിഷമത്തിലാണ്. ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ എനിക്കൊരു പുരുഷനെ വിവാഹം കഴിക്കാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. എൻ്റെ പിതാവ് അതിനനുവദിക്കുമെന്നും തോന്നുന്നില്ല. അവൾ മറുപടി പറഞ്ഞു, എങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കട്ടെ. നിനക്ക് ഈ ലോകത്തിലെ ഏറ്റവും നല്ലൊരു ജീവിതം സമ്മാനമായി നൽകുകയും ചെയ്യാം. ഒരു രാജാവിനെ വേണ്ടെന്ന് വയ്ക്കാൻ നിന്റെ പിതാവിന് സാധിക്കില്ലല്ലോ. അദ്ദേഹം മറുപടി പറഞ്ഞു, ശരിയാണ് ഫോർച്യൂണ, അതിനു മുമ്പേ കിങ് ലേക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വളരെ മഹാനായ ഒരു രാജാവ് തന്നെയാണ്. ആ നാട്ടിലെ ആളുകൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് നല്ല മതിപ്പും തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ഉത്തരം പറയാൻ അവൾക്കധികം നേരം വേണ്ടി വന്നില്ല. എങ്കിലും അവൾ പറഞ്ഞത് ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു. അങ്ങനെ ഒരു വിവാഹം നടക്കണമെങ്കിൽ അവരുടെ പിതാവിൻ്റെ സമ്മതത്തോടു കൂടി മാത്രമായിരിക്കും എന്ന്. ശരി, എങ്കിൽ നിന്റെ പിതാവ് ആരാണ് എന്ന് പറയൂ, ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാം, കിങ് ലൈക്കൻ പറഞ്ഞു. ഫോർച്യൂണ ഉത്തരമായി പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ പിതാവിൻ്റെ പേര് ജൂപ്പിറ്റർ എന്നാണ്. അദ്ദേഹമാണ് ദൈവങ്ങളുടെ രാജാവ് എന്ന്. കിങ് ലൈക്കൻ അമ്പരന്നു പോയിരുന്നു. പിറ്റേന്ന് തന്നെ രാജാവ് തൻ്റെ രാജകൊട്ടാരത്തിലെ സേവകർക്കെല്ലാം ഒരു വലിയ സദ്യ ഉണ്ടാക്കാനുള്ള കൽപ്പന നൽകി. 7 ദിവസത്തെ രാജകീയ സദ്യ. ആ സദ്യയിലൂടെ വേണം ജൂപ്പിറ്ററിനെ മയക്കിയെടുക്കാൻ രാജാവ് തീരുമാനിച്ചു. ആദ്യത്തെ ദിവസം തന്നെ മേഘത്തേരിൽ തൻ്റെ സ്വർണ്ണ ചെങ്കോലുമായി ജൂപ്പിറ്റർ എത്തി. രാജാവ് അദ്ദേഹത്തെ രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ലോകത്തിലെ സകല കോണിൽ നിന്നുള്ള ഭക്ഷണവും രാജാവ് അവിടെ ഒരുക്കിയിരുന്നു. അദ്ദേഹത്തിനായി സ്വർണവും രത്നവും നിറഞ്ഞ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ. എന്നാൽ അവയ്ക്കൊന്നും ജൂപ്പിറ്ററിൻ്റെ മനം കവരാൻ കഴിഞ്ഞില്ല. വിരുന്നിൻ്റെ അവസാന നാളുകളെത്തിയിരുന്നു. ഒന്നുകൊണ്ടും ജൂപ്പിറ്റർ തൃപ്തനാവാത്തത് രാജാവിനെ ചൊടിപ്പിച്ചു. എന്നാൽ രാജാവിൻ്റെ ദേഷ്യത്തെ മനസ്സിലാക്കിയ ജൂപ്പിറ്ററിൻ്റെ പരീക്ഷണങ്ങളാണ് ഇതെന്ന് രാജാവ് തിരിച്ചറിഞ്ഞില്ല. പരീക്ഷണങ്ങളുടെ ഭാഗമായി തന്നെ പലപ്പോഴും ജൂപ്പിറ്റർ രാജാവിനെ അപമാനിക്കാനും ശ്രമിച്ചിരുന്നു. തുടക്കത്തിൽ ഇവയൊന്നും കാര്യമായി കാണാത്ത രാജാവ് പിന്നീട് പ്രതികരിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി പിറ്റേന്നത്തെ സദ്യയിൽ ജൂപ്പിറ്ററിന് മനുഷ്യമാംസം വിളമ്പാൻ രാജാവ് സേവകരോട് ആജ്ഞാപിക്കുകയും ചെയ്തു. എന്നാൽ ഒരു കാര്യം, അത് മനുഷ്യമാംസമാണെന്ന് കണ്ടാലും കഴിച്ചാലും മനസ്സിലാവരുത്. പിറ്റേന്നത്തെ സദ്യയുടെ നേരമെത്തി. ഭക്ഷണം കഴിക്കാൻ തയ്യാറായി ജൂപ്പിറ്റർ തീന്മേശയിലും. അദ്ദേഹത്തിനു മുമ്പിൽ അലങ്കരിക്കപ്പെട്ട നിലയിൽ മനുഷ്യമാംസവും. എന്നാൽ ജൂപ്പിറ്ററിന് കാര്യം മനസ്സിലായി. അദ്ദേഹം ക്ഷുഭിതനായി രാജാവിനോട് ആക്രോശിച്ചു. നിനക്കെങ്ങനെ ധൈര്യം വന്നു എനിക്ക് മനുഷ്യമാംസം വിളമ്പാൻ? നീ എന്നെ അപമാനിച്ചു. മനുഷ്യനേക്കാൾ അധപ്പതിച്ചു പോവാൻ നിന്നെ ഞാൻ ശപിക്കുന്നു. മനുഷ്യൻ കണ്ടാൽ അറയ്ക്കും വിധം, മനുഷ്യൻ കണ്ടാൽ ഭയക്കും വിധം ഒരു ചെന്നായായി മാറി ഈ ലോകത്ത് മുഴുവൻ അലഞ്ഞു നടക്കാൻ നിന്നെ ഞാൻ ശപിക്കുന്നു. ജൂപ്പിറ്റർ കിങ് ലൈക്കനെ ശപിച്ചു. കിങ് ലൈക്കൻ ജൂപ്പിറ്ററിൻ്റെ കാലിൽ വീണ് കേണപേക്ഷിച്ചു. ഫോർച്യൂണയോടുള്ള തൻ്റെ സ്നേഹം മനസ്സിലാക്കണമെന്നും തനിക്ക് ശാപമോക്ഷം നൽകണമെന്നും അദ്ദേഹം ജൂപ്പിറ്ററിനോട് അപേക്ഷിച്ചു. എന്നാൽ നൽകിയ ശാപം തിരിച്ചെടുക്കാനാകില്ല എന്നും ഒരു ഭേദഗതി വേണമെങ്കിൽ വരുത്താമെന്നും അദ്ദേഹം പറഞ്ഞു. നിനക്ക് നിന്റെ രൂപത്തിൽ തന്നെ ഫോർച്യൂണയെ വിവാഹം കഴിക്കാം. പക്ഷേ എന്നെങ്കിലും നിനക്ക് നിന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നീ നിന്റെ രൂപം മാറി ഒരു ചെന്നായായി മാറും. അങ്ങനൊരവസ്ഥ നിനക്കുണ്ടാവാതിരിക്കണമെങ്കിൽ നീ നിന്നെ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കണം. ജൂപ്പിറ്റർ അത്രയും പറഞ്ഞ് അപ്രത്യക്ഷനായി. ഇതൊന്നും അറിയാതെ ഫോർച്യൂണ തൻ്റെ പിതാവിൻ്റെ സമ്മതത്തോടുകൂടി വിവാഹത്തിന് തയ്യാറായി.
രാജാവിൻ്റെയും ഫോർച്യൂണയുടെയും വിവാഹം കഴിഞ്ഞു. കാലങ്ങൾക്ക് ശേഷം ഫോർച്യൂണ ഗർഭിണിയായി. അവൾക്ക് തൻ്റെ പിതാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ ആശയായി. അതിനുവേണ്ടി വാശി പിടിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ രാജാവ് സമ്മതിച്ചില്ല. അവൾ രാജാവിനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. രാജാവിന് തൻ്റെ നിയന്ത്രണം നഷ്ടമാവുന്നത് പോലെ തോന്നി. അയാൾക്കുള്ളിൽ ഒരു മൃഗം ഉണരുന്നത് പോലെ അയാൾക്ക് തോന്നി. കൂർത്ത നഖങ്ങളും പല്ലുകളുമുള്ള ഒരു കൂറ്റൻ ചെന്നായയായി അയാൾ ഫോർച്യൂണയുടെ മുമ്പിലേക്ക് അലറിയെടുത്തു. ഭയന്നു വിറച്ച ഫോർച്യൂണയുടെ കണ്ണിൽ അയാൾക്ക് തൻ്റെ ഭീകരരൂപം കാണാമായിരുന്നു. അന്ന് രാജകൊട്ടാരത്തിലെ സേവകരെയും രാജ്യത്തെ പ്രജകളെയും ഭയചകിതരാക്കിക്കൊണ്ട് ആ ഭീകരസത്വം കാട്ടിലേക്ക് ഓടി മറയുകയായിരുന്നു. മനുഷ്യൻ കണ്ട ആദ്യത്തെ വെയർവോൾഫായിരുന്നു കിങ് ലൈക്കൺ. എന്നാൽ രണ്ടാമത്തേത് അപ്പോൾ ഫോർച്യൂണയുടെ ഗർഭപാത്രത്തിലായിരുന്നു. ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്ന ഈ പ്രശസ്തമായ കഥയിലൂടെയായിരിക്കാം വെയർവോൾഫ് എന്ന പേടിസ്വപ്നം മനുഷ്യനെ വേട്ടയാടാൻ ആരംഭിച്ചത്. ആളൊഴിഞ്ഞ കാടുകളിൽ രാത്രികളിൽ കേൾക്കുന്ന കാൽപെരുമാറ്റവും മുരൾച്ചയും തിളങ്ങുന്ന കണ്ണുകളും അത്തരമൊരു വിശ്വാസം ഊട്ടിയുറപ്പിക്കാനുള്ള സാഹചര്യവും ഉണ്ടാക്കിയേക്കാം. മെസോ അമേരിക്കൻ നാടോടി കഥകളിൽ പറയുന്ന നെഹ്വാൾ എന്ന കഥാപാത്രം പോലെ പുലിയായും ചെന്നായായും വേഷം മാറാൻ സാധിക്കുന്ന നെഹ്വാൾ എന്ന കഥാപാത്രത്തോടൊപ്പം ചേർന്നിരിക്കുകയാണ് വെയർവോൾഫ് എന്ന കഥാപാത്രവും. 1500കളിൽ ഒരുപാട് മനുഷ്യന്മാരെ പല നാടുകളിൽ ചെന്നായ മനുഷ്യൻ എന്ന് ആരോപിച്ച് തൂക്കിക്കൊന്നിട്ടുണ്ട്. അവരുടെ മരണകാരണമായി പറയുന്നത് അവർക്കുണ്ടായ അമിതമായ രോമവളർച്ചയും കൂർത്ത പല്ലുകളുമായിരുന്നു. കോൺജെനിറ്റൽ ഹൈപ്പർട്രിക്കോസിസ് ടെർമിനാലിസ് സിൻഡ്രോം അഥവാ വെയർവോൾഫ് സിൻഡ്രോം. ശരീരത്തിൽ അസാധാരണമായി രോമം വളരുന്ന ഒരു അസുഖത്തിൻ്റെ പേരാണ് കോൺജെനിറ്റൽ ഹൈപ്പർട്രിക്കോസിസ് ടെർമിനാലിസ് സിൻഡ്രോം. ശരീരത്തിൽ മുഴുവൻ രോമത്തിനു പകരം മുടി പോലെ നീളത്തിലുള്ള രോമങ്ങൾ, കാണുമ്പോൾ ഒരു ചെന്നായയെ പോലെ. ഇതിനൊപ്പം സംഭവിക്കാവുന്ന മറ്റൊരവസ്ഥയാണ് ജിഞ്ചൈവൽ ഹൈപ്പർപ്ലാസിയ. പല്ലിന് മുകളിലെ മോണ താഴേക്കിറങ്ങി വികൃതമാകും. ഇത്തരം അസുഖമുള്ളവരെ വികൃത രൂപികളാക്കും. ഇതൊരു അസുഖമാണെന്ന് മനസ്സിലാക്കാതെ നാം അവരോട് അറപ്പും വെറുപ്പും കാണിച്ച് അവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. അവരെ വെയർവോൾഫുകളാക്കുകയും ചെയ്യും. 1826 മുതൽ 4 തലമുറകൾ വരെ ബർമയിലെ ഒരു കുടുംബത്തിന് ഈ അസുഖം പകർന്നിരുന്നു. പാരമ്പര്യമായി പകരാവുന്ന ഒരു രോഗമാണ് കോൺജെനിറ്റൽ ഹൈപ്പർട്രിക്കോസിസ് ടെർമിനാലിസ് സിൻഡ്രോം. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രസിദ്ധരായ മെക്സിക്കോയിലെ അച്ചവേസ് എന്ന 46-കാരനും ഇന്ത്യയിലെ മധ്യപ്രദേശിലെ ലളിത് എന്ന കുട്ടിക്കും ഇതേ അസുഖം തന്നെയാണ്. അസുഖത്തേക്കാൾ അവരെ അലട്ടുന്നത് സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുന്ന, അറപ്പ് പ്രകടിപ്പിക്കുന്ന മുഖങ്ങൾ തന്നെയാണ്. എന്നാൽ ഇങ്ങനൊരവസ്ഥ ഇല്ലാത്തൊരാൾക്ക്, ഇങ്ങനൊരു അസുഖമില്ലാത്തൊരാൾക്ക് താൻ ഒരു മൃഗമായി മാറുകയാണ് എന്ന തോന്നലുണ്ടെങ്കിൽ അത് മാനസികമായ ഒരു അസുഖം തന്നെയാണ്. അതിൻ്റെ പേര് ക്ലിനിക്കൽ ലൈക്കൻത്രോപ്പി എന്നാണ്. അതായത് താനൊരു മൃഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു മനുഷ്യൻ്റെ തോന്നലിനെയാണ് നാം ക്ലിനിക്കൽ ലൈക്കൻത്രോപ്പി എന്ന അസുഖത്തിലൂടെ വ്യക്തമാക്കുന്നത്. മനുഷ്യൻ കേട്ട് ശീലിച്ച കെട്ടുകഥകളിലെ കഥാപാത്രങ്ങൾ, മിത്തിക്കൽ ക്രീച്ചേഴ്സ്, വിദൂരതയിൽ കേൾക്കുന്ന ഒരു ഊരീതൽ, മെല്ലെ വീശുന്ന തണുത്ത കാറ്റ്, ഉള്ളിൽ നാം അറിയാതെ നാം വിടുന്ന ഭയം, ഇവ മാത്രം മതി ഇത്തരം മിത്തിക്കൽ ക്രീച്ചേഴ്സിനെ നമ്മൾ നേരിട്ട് കാണാം. അങ്ങനെയെങ്കിൽ ഭയപ്പെടുത്താനായി ആരെങ്കിലും തുനിഞ്ഞിറങ്ങിയാൽ. പണ്ട് നാം കേട്ടിട്ടില്ലേ കേരളത്തെ ഭയപ്പെടുത്തിയിരുന്ന പൊയ്ക്കാലിനെ കുറിച്ച്? അന്ന് ഒരു അർദ്ധരാത്രിയാണ്. വഴിതെറ്റി വഴി അന്വേഷിച്ച് നടക്കുന്ന ഒരാൾ. അയാൾ തൊട്ടുമുമ്പിൽ പുതച്ചുമൂടിയിരിക്കുന്ന ഒരു വൃദ്ധനെ കണ്ടു. അയാളുടെ അടുത്ത് നിന്ന് വഴി ചോദിച്ചു. വൃദ്ധൻ മെല്ലെ എഴുന്നേറ്റു, തലയിലെ പുതപ്പ് മാറ്റി ഒരു ബീഡി കത്തിച്ചു. അയാളുടെ തീപ്പെട്ടി താഴെ വീണു. വൃദ്ധൻ്റെ തീപ്പെട്ടി എടുത്തു കൊടുക്കാൻ വേണ്ടി വഴിപോക്കൻ മെല്ലെ കുനിഞ്ഞു. തീപ്പെട്ടി എടുക്കുമ്പോൾ അയാൾ കണ്ട കാഴ്ച, വൃദ്ധൻ്റെ കാലിൽ കുളമ്പുണ്ടായിരുന്നു. രോമം നിറഞ്ഞ കുളമ്പുള്ള ഒരു കാൽ. അയാളാകെ ഭയന്ന് വിറച്ച് ഓടി രക്ഷപ്പെട്ടു. ഓടിക്കിതച്ചുകൊണ്ട് അയാൾ മറ്റൊരാളുടെ അടുത്തെത്തി. അവിടെ ചെന്ന് അയാളോട് എല്ലാം വിശദീകരിച്ച് പറയുകയും ചെയ്തു. എന്നാൽ അയാളത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അയാൾ ചോദിച്ചു, നിങ്ങൾ കണ്ടത് ശരിക്കും കുളമ്പുള്ള ഒരു കാല് തന്നെയായിരുന്നു? വഴിപോക്കൻ ഉറപ്പിച്ചു പറഞ്ഞു. ഏതാണ്ട് ഇതുപോലെയായിരുന്നു നിങ്ങൾ കണ്ട കാല് എന്ന് പറഞ്ഞ് അയാൾ കാല് നീട്ടി കാണിച്ചു കൊടുത്തു. വഴിപോക്കനാകെ ഭയന്നു പോയിരുന്നു. ആ കാലും കുളമ്പുള്ള രോമമുള്ള കാലായിരുന്നു. വഴിപോക്കൻ ബോധം കെട്ട് വീഴുകയായിരുന്നു. എന്നാൽ പിന്നീടാണ് മനസ്സിലായത് അതൊരു സംഘമായിരുന്നു. ഇതുപോലെ പൊയ്ക്കാൽ വെച്ച് ആളുകളെ ഭയപ്പെടുത്തി പണം തട്ടുന്ന ഒരു സംഘം. എന്നാൽ ബോധം കെട്ട് വീണ വഴിപോക്കൻ ചിലപ്പോൾ മരണം വരെ വിശ്വസിച്ചിരുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് തന്നെയായിരിക്കാം.
അങ്ങനെ നമ്മെ ഭയപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും തുനിഞ്ഞിറങ്ങിയാൽ നമ്മൾ ഭയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അല്ലേ? ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.